ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ വെച്ച് നടന്ന തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നീ 4 പ്രമുഖ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധ നേടുന്നത്. R4 എന്നറിയപ്പെടുന്ന ഈ സഖ്യത്തിന്റെ 4ാമത് കൺസൾട്ടേറ്റീവ് യോഗത്തിൽ ഉയർന്നു വന്ന നിലപാടുകൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ ഇസ്ലാമാബാദ് ധാരണാപത്രത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും ഫലസ്തീന്റെ സ്വയംഭരണ അവകാശത്തിനായി ശക്തമായി വാദിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മേഖലയിൽ മാസങ്ങളായി നിലനിന്നിരുന്ന കടുത്ത സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം നൽകിക്കൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഈ കരാറിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഗ്യാരണ്ടറായി ഒപ്പുവെച്ചതോടെ ഈ ധാരണ ഔദ്യോഗികമായി പ്രാബല്യത്തിലും വന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ നടന്ന അതീവ സങ്കീർണമായ ചർച്ചകളുടെ ഫലമായാണ് ഈയൊരു നയതന്ത്ര വിജയം സാധ്യമായത്. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറാനും സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധിക്കാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. ഈ ധാരണാപത്രം പ്രാബല്യത്തിൽ വന്നതോടെ ഇറാൻ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു നൽകുകയും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കെയ്റോയിലെ യോഗത്തിൽ ഒത്തുകൂടിയ വിദേശകാര്യമന്ത്രിമാർ ഈ നീക്കങ്ങളെ വലിയ പ്രത്യാശയോടെയാണ് വിലയിരുത്തിയത്. രാജ്യാന്തര ഊർജ്ജ വിപണി നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കാനും ആഗോള വിതരണ ശൃംഖലകളുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെയും സുസ്ഥിരത ഉറപ്പാക്കാനും ഈ കരാർ അത്യന്തം അനിവാര്യമാണെന്നാണ് 4 രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്ക, ഇറാൻ, പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ പ്രധാന ചർച്ചാ പ്രതിനിധികൾ പങ്കെടുത്ത ഔദ്യോഗിക ചടങ്ങുകളുടെ കൂടി പശ്ചാത്തലത്തിൽ മേഖലയിലെ നയതന്ത്ര നീക്കങ്ങൾ അതീവ വേഗതയിലാണ് മുന്നോട്ടു പോകുന്നത്. എങ്കിലും പശ്ചിമേഷ്യയിൽ ശാശ്വതമായൊരു സമാധാനം കൈവരണമെങ്കിൽ ഫലസ്തീൻ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് R4 സഖ്യം ശക്തമായി ആവശ്യപ്പെടുന്നത്. റീജിയണൽ 4 എന്നതിന്റെ ചുരുക്കപ്പേരാണ് R4. നിലവിൽ ഗസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ മാനവിക സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിധേയമായി 1967 ജൂൺ 4 അതിർത്തികൾ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് ഈ 4 രാജ്യങ്ങളും തങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഫലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശം പൂർണ്ണമായി അംഗീകരിക്കപ്പെടാതെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സാധ്യമല്ല എന്നാണ് ഈ രാജ്യങ്ങളുടെ ഉറച്ച നിലപാട്. മേഖലയുടെ ദീർഘകാല സുസ്ഥിരതയ്ക്കായി വരും ദിവസങ്ങളിലും കൃത്യമായ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് ഈ സഖ്യത്തിന്റെ തീരുമാനം.